everyone. Why classification അഥവാ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവരുടെ അല്ലെങ്കിൽ അവരെന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ടാക്സോണമിക്ക് വേണ്ടി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഭാഗത്ത് എപ്പോഴും ചോദിക്കും. ഒന്നുകിൽ ഇങ്ങനെ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആയിട്ട് ചോദിക്കാം, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് നോക്കിയാലോ. യെസ്, ആദ്യം കാണുന്ന ഇദ്ദേഹം ആരാണ് നമ്മുടെ ടാക്സോണമിയുടെ അല്ലെങ്കിൽ മോഡേൺ ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ആരാണ് കാൾ ലിനേയസ് അല്ലേ. കാൾ ലിനേയസ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ മോഡേൺ ടാക്സോണമി അഥവാ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടും അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹമാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദ്വിനാമ പദ്ധതി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ജീനസ് നെയിം, ഒരു സ്പീഷീസ് നെയിം അല്ലേ. ഏതൊരു ഓർഗാനിസം എടുത്താലും ഏതൊരു ജീവി എടുത്താലും അതിനൊരു പേരുണ്ടായിരിക്കും. ആ പേരിന് 2 ഭാഗങ്ങളുണ്ടായിരിക്കും, 2 പാർട്സ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ ജീനസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഏത് സ്പീഷീസ് ആണെന്നായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ആ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമായിരുന്നു. യെസ്, ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹമാണ് നമ്മുടെ ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത്. ആരാണ്? അരിസ്റ്റോട്ടിൽ അല്ലെ. ഫാദർ ഓഫ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഈ പറയുന്ന പോലെ ഓർഗാനിസംസിന് എന്ത് ചെയ്തു? റെഡ് ബ്ലഡ് സെൽ ഉള്ളവരും അതേപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്തവരും എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു അല്ലേ. അതായത് ചുവന്ന രക്തമുള്ളവരും അല്ലാത്തവരും, അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചത് ആരായിരുന്നു? അരിസ്റ്റോട്ടിൽ ആയിരുന്നു. യെസ്, ഇനി ആരാണ് ഇദ്ദേഹം? ഏകദേശം കുറേ ചായയൊക്കെ തോന്നുമെങ്കിലും ഇദ്ദേഹമാണ് നമ്മുടെ ബോട്ടണിയുടെ പിതാവ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്ന ആരാണ്? തിയോഫ്രാസ്റ്റസ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം സസ്യങ്ങൾ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ടായിരുന്നത്? ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ അഥവാ ആനുവൽസ്, ബൈനിയൽസ് ആൻഡ് പെരിനിയൽസ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആനുവൽസ് എന്ന് പറയുമ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നവരാണ്. ബൈനിയൽസ് എന്ന് പറയുമ്പോൾ 2 വർഷം കൊണ്ട്, ആൻഡ് പെരിനിയൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിരിക്കും. യെസ്, അങ്ങനെയാണ് അദ്ദേഹം സസ്യങ്ങളെ തരം തിരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇദ്ദേഹം ആരാണ്? ഫാദർ ഓഫ് ആയുർവേദ അല്ലേ. ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഇദ്ദേഹം. ആരാണ്? ചരകൻ അല്ലേ. ചരകൻ. അപ്പോൾ ചരകൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? ചരക സംഹിത എന്ന് പറയുന്ന ഒരു ട്രീറ്റസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, ചരക സംഹിത എന്ന് പറഞ്ഞിട്ട്. അതിൽ ഏകദേശം 200ഓളം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 200ഓളം ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയാണ് നമ്മൾ ആയുർവേദത്തിൻ്റെ പിതാവ് എന്നും പറയുന്നത്. യെസ്, ആൻഡ് ദെൻ ഫൈനലി ഇദ്ദേഹമാണ് ആര്? ഇദ്ദേഹമാണ് ജോൺ റേ. അതായത് നമ്മുടെ സ്പീഷീസ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട്, സ്പീഷീസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്ത ആരായിരുന്നു? ഇദ്ദേഹമായിരുന്നു. സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. യെസ്, ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷനാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരം എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റാരത്തിൽ അദ്ദേഹം ഏകദേശം 18,000 പ്ലാന്റ്സ്, 18,000ഓളം പ്ലാന്റ്സിനെ, സസ്യങ്ങളെ അദ്ദേഹം അതിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ടാക്സോണമിക്ക് ഒരുപാട് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ ആൾക്കാരാണ് കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയും ആൾക്കാരെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.